നമ്മൾ ചെയ്യുന്നത് ഗ്രീൻ പ്ലാന്റ് ചെയ്യുന്നത് അടുത്ത അഡ്വാൻസ്, അതായത് ജൈവ സാധനങ്ങളിൽ നിന്നൊക്കെയുള്ള എക്സ്ട്രാക്ട് ചെയ്ത്, അതായത് സേഫായിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നാനോ ടെക്നോളജി ഉപയോഗിച്ച് അത്രയും ഇതായിട്ട് ഒരു കംപ്രസ് ചെയ്ത് കോൺസെൻട്രേറ്റ് രൂപത്തിൽ തരുന്നതുകൊണ്ട് അനാപത്ത ചെലവുകൾ, ഒരു കൃഷിയുടെ പുറത്ത് വരുന്ന അനാപത്ത ചെലവുകൾ മുഴുവൻ ഒഴിവാക്കി ചെടിക്ക് വേണ്ട പോഷകം ഏറ്റവും കോൺസെൻട്രേറ്റഡ് ഫോമിൽ കൊടുക്കുന്നുണ്ട്. ലേബർ ചാർജും ട്രാൻസ്പോർട്ടിങ് ചാർജും ഈ സാധനങ്ങളെല്ലാം കൊടുക്കുന്ന ഹൈ ന്യൂട്രിയൻസ് ഇതിനകത്ത് എക്സ്ട്രാക്റ്റുകളായതുകൊണ്ട്, ഹൈ ന്യൂട്രിയൻസ് കംപ്രസ്ഡ് ഫോം ആയതുകൊണ്ട് ഇതിൻ്റെ മറ്റ് അനാപത്ത ചിലവ് മുഴുവൻ കട്ടാകുന്നു. ഇതാണ് അപ്പോൾ കൈകാര്യം ചെയ്യാൻ എളുപ്പം, പറയുന്ന റിസൾട്ട് തരുന്നു, പെട്ടെന്ന് ചെടിക്ക് എടുക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. നമ്മൾ കൃഷിക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, നമ്മൾ വളരെ മുമ്പിലാണ്. പരമ്പരാഗത കൃഷിയുടെ ഒരു പാറ്റേണിലല്ല നമ്മൾ പോകേണ്ടത്. നിങ്ങളും കൃഷിക്കാരോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഇനി സ്പീഡിൻ്റെ കാലമാണ്, ഇനി കൃഷിയുടെ സ്പീഡിൻ്റെ കാലമാണ്. നമ്മൾ സാധാരണ കൃഷിക്കാരുടെ കൂടെ ദാരിദ്ര്യം പട്ടിണിയായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൃഷിക്കാരെ അല്ല, ഇനി അടുത്തൊരു വലിയൊരു ഒരു ജനറേഷൻ ഉണ്ടാകാൻ പോവുകയാണ്. കൃഷിയിൽ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ളവരുടെ വന്ന് കൃഷി ടേക്കപ്പ് ചെയ്ത് പോകും. അതിപ്പോൾ തന്നെ അത് തുടങ്ങിക്കഴിഞ്ഞു. എഡ്യൂക്കേഷൻ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൃഷിയിലേക്ക് വരുന്നു.